students, welcome to our new session of online classes about irrigation engineering. I last class discussed about the introduction part and necessity of irrigations. Then I discussed the next class about the types of irrigations and methods of irrigation. Today we will discuss about the continuation of മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് ഇറിഗേഷൻ മെത്തേഡ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് മെത്തേഡ് സർഫസ് ഇറിഗേഷനാണ്. അതിൽ വരുന്ന ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ സബ് ക്ലാസിഫിക്കേഷനെ കുറിച്ചും പറഞ്ഞു. സബ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ വരുന്നത്? ഫ്ലഡിങ്, ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. ഫ്ലഡിങ്ങിൽ തന്നെ 2 ടൈപ്സ് സബ് ക്ലാസിഫിക്കേഷൻ വീണ്ടും വരുന്നുണ്ട്. വൈൽഡ് ഫ്ലഡിങ്ങും കൺട്രോൾഡ് ഫ്ലഡിങ്ങും. അതിൽ കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ വീണ്ടും അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 6 ടൈപ്പ്. അതിൽ ഓരോന്നിനെക്കുറിച്ചും ഓരോ ടൈപ്പിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് സർഫസ് ഇറിഗേഷനിൽ വരുന്ന ഒരു മെത്തേഡാണ് ഫെറോ മെത്തേഡ്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഒരു ഫെറോ മെത്തേഡ്? The furrow method of irrigation is very much used for row crops like maize, jowar, sugarcane, cotton, tobacco, groundnut, potatoes, etc. ഈ ഒരു മെത്തേഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഷുഗർകെയിൻ, കോട്ടൺ, ടൊബാക്കോ, ഗ്രൗണ്ട്നട്ട്, പൊട്ടറ്റോസ് ഈ ക്രോപ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓൺലി 1/2 to 1/5 ഓഫ് ദ സർഫസ് ഈസ് വെറ്റഡ് and thus evaporation losses are very much reduced. കഴിഞ്ഞ ക്ലാസ്സിലെ ഫ്ലഡ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അവിടെ ഫ്ലഡിങ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എൻറ്റയർ ലാൻഡ് സർഫസ് ഈസ് വെറ്റഡ്. നമ്മളെ സർഫസ് ഓഫ് ലാൻഡ് ഓൾമോസ്റ്റ് വെറ്റഡ് ആവും എല്ലാ ടൈമിലും എന്ന് പറയുന്നത്. എൻറ്റയർ ടൈമിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വെറ്റഡ് കണ്ടീഷനാണ്. പക്ഷേ ഈ ഒരു ഫറോ സിസ്റ്റത്തിൽ 1/2 to 1/5 ഓഫ് ദ സർഫസ് ഈസ് വെറ്റഡ്. ഫുള്ളി വെറ്റഡ് സാച്ചുറേറ്റഡ് അല്ല, 1/2 to 1/5 സർഫസ് ഈസ് സാച്ചുറേറ്റഡ്. സോ ഇവിടെ ഇവാപറേഷൻ ലോസസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, എ ഫറോ കൺസിസ്റ്റ് ഓഫ് എ നാരോ ഡിച്ച് ബിറ്റ്വീൻ റോസ് ഓഫ് പ്ലാന്റ്സ്. ദ ലെങ്ത് ഓഫ് ഫറോ വേരീസ് ഫ്രം 3 meter or less for gardens to such as 500 meter for field crops, the common length being 100 to 200 meter. അപ്പോൾ ഇവിടെ ഫെറോസ് എന്ന് പറയുന്നത് എന്താ? ഒരു നാരോ ഡിച്ചസ് ആണ്. നമ്മൾ റോ പ്ലാന്റ്സിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ചെയ്യുന്ന നാരോ ഡിച്ചസിനെയാണ് ഫെറോസ് എന്ന് പറയുന്നത്. മെയിൻ കനാലിൽ നിന്നുള്ള വാട്ടർ ഈ ഒരു ഫെറോസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഡിഫറെൻറ്റ് പ്ലാന്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്തത് പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലും ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്തത് 500 meter ഫോർ ഫീൽഡ് ക്രോപ്സിനാണ്. ദ കോമൺ ലെങ്ത്ത് ബീയിങ് 100 to 200 meter. ഫെറോ മെത്തേഡിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രൈറ്റ് ഫറോസ് ആർ യൂസ്ഡ് ടു വേർ ദ ലാൻഡ് സ്ലോപ്പ് ഈസ് നോമിനൽ. These are aligned more or less along straight lines parallel to each other and along the slope of the land. ഇവിടെ ലാൻഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു നോമിനൽ സ്ലോപ്പാണ്, അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽ സ്ലോപ്പാണ്. സോ നമുക്കിതിനെ അലൈൻ ചെയ്താൽ, ആ സ്ലോപ്പിനെ അലൈൻ ചെയ്താൽ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടാണ് കിട്ടുന്നത്. സച്ച് ലാൻഡിൽ, നമ്മൾ ആ ടൈപ്പ് ഓഫ് ലാൻഡിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രൈറ്റ് ഫറോസ്. The next type is contour furrow. Contour furrow are practically laid along the contours. Therefore, these are not straight but are curvilinear in plan. ഇത് നമ്മൾ കോണ്ടൂർ ലൈൻസിനെ എലോങ് ആയിട്ടാണ് ഈ ഒരു ഫറോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിരിക്കില്ല, ഒരു കർവിലിനിയർ സ്ട്രക്ചർ ആയിരിക്കും. കർവിലിനിയർ എന്ന് പറഞ്ഞാൽ ഒരു കർവ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. The third type is construction furrows. Furrows are made before planting. At the time of planting,
or after the plants have grown large enough not be covered up. കൺസ്ട്രക്ഷൻ ഫറോസ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്ലാന്റിങ് ചെയ്യുന്നതിൻ്റെ ബിഫോർ സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് പ്ലാന്റിങ് ആയിരിക്കാം. ആ ഒരു സമയത്ത് പ്ലാന്റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫെറോയിങ്ങും ചെയ്യുന്നുണ്ട്. ഓർ ആഫ്റ്റർ ദി പ്ലാന്റ്സ് ഹാവ് ഗ്രോൺ ലാർജ് എനഫ് നോട്ട് ബി കവേർഡ് അപ്പ്, അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ പ്ലാന്റിങ് ചെയ്തതിന് ശേഷം ചെയ്യാറുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു ക്രോപ്പിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് ഫെറോയിങ് മെത്തേഡാണ് അവിടെ സ്യൂട്ടബിൾ ആവുന്നത് അത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഈ ഫെറോ മെത്തേഡിൽ വരുന്ന ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ കണ്ടൻറ്റ് ഓൺലി 1/5 to 1/2 of the land surface, thereby reducing pudding and crusting of the soil. Evaporation losses are also reduced. പുഡിങ് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ മണ്ണ് കിളക്കില്ലേ, അപ്പോൾ ഇവിടെ എന്താണ് ഇവാപറേഷൻ ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫറോ മെത്തേഡിൽ നമ്മൾ 1/5 to 1/2 ഓഫ് ദ ലാൻഡ് മാത്രമാണ് വെറ്റാവുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് പുഡിങ് കൊണ്ടുള്ള ഇഫക്ട്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവാപറേഷൻ ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, earlier cultivation is possible in heavy soil and may be adapted to use without erosion on a wide range of natural slope by carrying furrows across a sloping field rather than down the slope. ഇവിടെ നമുക്കൊരു സോയിൽ ഇറോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രോപ്പറായിട്ട് ഫറോസ് കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് അവിടെ വരുന്ന സ്ലോപ്പിങ്ങിൽ ഉണ്ടാകുന്ന എറോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് സ്പെഷ്യലി സ്യൂട്ടബിൾ ഫോർ ദോസ് ക്രോപ്സ് ദാറ്റ് ഇൻജുർഡ് ബൈ കോണ്ടാക്ട് വിത്ത് വാട്ടർ. നമ്മൾ നോർമലി വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഓസൊക്കെ വെച്ചിട്ടാണല്ലേ വാട്ടറിങ് ചെയ്യുന്നത്. അവിടെ എന്താണ് ഒരു വാട്ടർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം മണ്ണ് സോയിൽ ഇറോഷൻസ് ഒക്കെ സംഭവിക്കാം. സോ ഈ ഒരു മെത്തേഡിൽ ഇവിടെ ഇറോഷനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്രോപ്സിനുണ്ടാവുന്ന ഇഞ്ചുറീസും കുറയും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ലേബർ റിക്വയർമെൻറ്റ്സ് ഇൻ ലാൻഡ് പ്രിപ്പറേഷൻ ആൻഡ് ഇറിഗേഷൻസ് ആർ വെരി മച്ച് റെഡ്യൂസ്ഡ്. ഇവിടെ കൾട്ടിവേഷൻ ലാൻഡ്സിൽ വരുന്ന ലേബേഴ്സിൻ്റെ നമ്പേഴ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് ലാൻഡ് ഇൻ ഫീൽഡ് ഡിച്ചസ്. നമുക്ക് ഫീൽഡിൽ കുഴിയെടുക്കുന്നത് മൂലമുണ്ടാവുന്ന വേസ്റ്റേജസ് ഒക്കെ കുറയ്ക്കാം. ഇത്രയാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. ദ നെക്സ്റ്റ് മെയിൻ മെത്തേഡ് ഓഫ് സർഫസ് ഇറിഗേഷൻ ഈസ് കോണ്ടൂർ ഫാമിംഗ്. കോണ്ടൂർ ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഹില്ലി ഏരിയാസ് ഹാവിംഗ് സ്റ്റീപ്പ് സ്ലോപ്സ് വിത്ത് ക്വിക്ലി ഫാളിംഗ് കോണ്ടൂർ. Contour farming is the practice of conducting field operations such as ploughing, planting and cultivating land across the slope rather than up and downhill. ഇവിടെ താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് മനസ്സിലാവും. ബിക്കോസ് അവിടെ ഒരു സ്റ്റീപ്പ് ലാൻഡാണല്ലേ, അവിടെ കൾട്ടിവേഷൻ ഒന്നും പോസിബിൾ അല്ലാത്ത ലാൻഡിനെ പ്ലാന്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോണ്ടൂർ ബൺസാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡിനെ പറയുന്ന പേരാണ് കോണ്ടൂർ ഫാമിംഗ്. These area divided into longitudinal curved plots. The bunds of the plot is followed the contours. ഓരോ ബൺസും ചെയ്തിരിക്കുന്നത് കോണ്ടൂർ ലൈൻസിന് അനുസരിച്ചാണ്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള കൺസിഡറേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ ഏരിയാസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദ ഇറിഗേഷൻ വാട്ടർ സ്റ്റോർഡ് ഇൻ സം ഡിപ്രഷൻ ഹയർ അപ്പ് ഫ്ലോ ബിറ്റ്വീൻ ദ ബൺസ്. ഇറിഗേഷൻ മെത്തേഡ്സിലെ ഒരു മെയിൻ മെത്തേഡാണ് സബ്സർഫസ് ഇറിഗേഷൻ. The subsurface irrigation method consists of supplying water directly to the root zone of the crop. ഇവിടെ നമ്മൾ വാട്ടർ കൊടുക്കുന്നത് ഡയറക്റ്റ്ലി റൂട്ട് സോണിലാണ്. ഇവിടെ താഴെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഗ്രൗണ്ടിന് താഴെയായിട്ട് ഒരു പൈപ്പ് ലൈന് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ റൂട്ട് സോണിൽ
വാട്ടർ സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷനെ പറയുന്ന പേരാണ് സബ്സർഫസ് ഇറിഗേഷൻ. ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദി സബ്സർഫസ് ഇറിഗേഷൻ പ്രാക്ടീസ് ആർ. എന്തൊക്കെയാണ് ഒരു ഫേവറബിൾ കണ്ടീഷൻസ്? ഏതൊക്കെയാണ് ഒരു സബ്സർഫസ് ഇറിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻസ്? ദ ഫസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഈസ് ഇംപെർവിയസ് സബ്സോയിൽ അറ്റ് റീസണബിൾ ഡെപ്ത് ഓർ എക്സിസ്റ്റൻസ് ഓഫ് ഹൈ വാട്ടർ ടേബിൾ. ഇവിടെ ഇംപെർവിയസ് സബ്സോയിലിൻ്റെ ഒരു ഡെപ്തിനെ കുറിച്ചാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസണബിൾ ഡെപ്ത് എന്ന് പറയുന്നത് 2 to 3 മീറ്റർ വരെ ആയിരിക്കണം. അതുപോലെ തന്നെ വാട്ടർ ടേബിൾ കുറച്ച് ഹൈ പൊസിഷനിലായിരിക്കണം വാട്ടർ ടേബിൾ. നെക്സ്റ്റ് പോയിന്റ്, പെർമിയബിൾ സോയിൽ സച്ചസ് ലോം ഓർ സാൻഡി ലോം ഇൻ ദ റൂട്ട് സോൺ ഓഫ് ദ സോയിൽ. ലോം മീൻ ചെയ്യുന്നത് എന്താണ്? കുറച്ച് വളക്കൂറുള്ള മണ്ണ് അല്ലേ, അതിനെയാണ് ലോം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ എന്താ സാൻഡി ലോം ആയിരിക്കണം, അതുപോലെ അല്ലെങ്കിൽ ലോം സോയിൽസ് ആയിരിക്കണം അതിൻ്റെ റൂട്ട് സോണിൽ ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ്, യൂണിഫോം ടോപ്പോഗ്രാഫിക് കണ്ടീഷൻസ്. ഒരു റെഗുലർ ടോപ്പോഗ്രഫി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും സബ്സർഫസ് ഇറിഗേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മോഡറേറ്റ് സ്ലോപ്സ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്സ് ഒന്നും ആവാൻ പാടില്ല, ഒരു ജെൻറ്റിൽ സ്ലോപ്പ്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഗുഡ് ക്വാളിറ്റി ഇറിഗേഷൻ വാട്ടർ. ഈ ഒരു സബ്സർഫസ് ഇറിഗേഷനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ സബ് ഇറിഗേഷനും സെക്കൻഡ് ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷനും. എന്താണ് നാച്ചുറൽ സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. വെൻ അണ്ടർഗ്രൗണ്ട് ഇറിഗേഷൻ ഈസ് അച്ചീവ്ഡ് സിംപ്ലി ബൈ നാച്ചുറൽ പ്രോസസ്സസ് വിത്തൗട്ട് എനി അഡീഷണൽ എക്സ്ട്രാ എഫേർട്ട് ഇറ്റ് ഈസ് കാൾഡ് നാച്ചുറൽ സബ് ഇറിഗേഷൻ. ഇവിടെ നാച്ചുറൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഇറിഗേഷൻ നടത്തുന്നത്. ഇനി അതർ എക്സ്ട്രാ എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല ഇവിടെ. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ. When a system of open joint drains is artificially laid below the soil so as to simply water to the crops by capillary, then it is known as artificial sub irrigation. ഇവിടെ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യലി ആയിട്ട് ഡ്രൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ബിലോ ദി സോയിൽ. ക്രോപ്സ് എന്താണ് കാപ്പിലറി ആക്ഷൻ വഴി വാട്ടറിനെ ക്യാച്ച് ചെയ്യും. ഇങ്ങനെയാണ് അവിടെ ഇറിഗേഷൻ നടക്കുന്നത്. Next irrigation system is sprinkler irrigation. It is a overhead irrigation which spray the water through nozzles under pressure over the soil and crops. ഇവിടെ ഒരു മോഡേൺ മെത്തേഡാണ് നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പ്രിംഗ്ലേഴ്സ്, നോസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇറിഗേഷൻ. ഇതിൽ വാട്ടറിനെ അണ്ടർ പ്രഷറിൽ എയറിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് നമ്മളെ ഫീൽഡിലേക്ക് എത്തിക്കുന്ന ഒരു രീതി കൂടിയാണിത്. In sprinkler method of irrigation, water is spread into air and allowed to fall on the ground surface somewhat resembling rainfall. അപ്പോൾ ഒരു റെയിൻഫാളിന് തുല്യമായ രീതിയിലാണ് ഈ ഒരു സ്പ്രിങ്ക്ലർ മെത്തേഡിൽ ചെയ്യുന്നത്. നമ്മൾ എയറിലേക്ക് വാട്ടറിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത് മോയ്സ്ചർ കണ്ടന്റ് സോയിൽസിലും എത്തും. ഈ ഒരു രീതിയിലുള്ള ഇറിഗേഷൻ മെത്തേഡാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ. The spray is developed by flow of water under pressure through small orifices or nozzles. ഇവിടെ നോസിൽസ് അല്ലെങ്കിൽ ഓറിഫൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വാട്ടറിനെ സ്പ്രെഡ് ചെയ്യുന്നത്. The pressure is usually obtained by pumping. ഒരു പ്രോപ്പർ പമ്പിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടറിനെ സ്പ്രേ ചെയ്യിപ്പിക്കുന്നത്. സ്പ്രിങ്ക്ലർ മെത്തേഡ് എവിടെയൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. The land cannot be prepared for surface methods. നമുക്ക് സർഫസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇറിഗേഷൻ നടത്താൻ പറ്റാത്ത ഏരിയാസിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. നെക്സ്റ്റ്, സ്ലോപ്സ് ആർ എക്സസീവ്. ഹെവി സ്ലോപ്സ് ഉള്ള ലാൻഡിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ്, ടോപ്പോഗ്രഫി ഈസ് ഇറഗുലർ. ലാൻഡിൻ്റെ ടോപ്പോഗ്രഫി ഒരു ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയാസിലും ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ്, സോയിൽ ഈസ് ഇറോസീവ്. അപ്പോൾ ഹൈ പ്രഷർ വാട്ടർ അപ്ലൈ ചെയ്യുന്ന ഏരിയാസിലൊക്കെ എന്താണ് അവിടെ സോയിൽ ഇറോഷൻ നടക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ നമുക്ക് സ്പ്രിങ്ക്ലർ എന്ന് പറയുന്നത് അധികം
സോയിൽ ഇറോസീവ് ഒന്നല്ല. കാരണം അത് നമ്മളെന്താണ് ഒരു സ്പ്രേ ആയിട്ടാണ് സോയിൽസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ ഇറോഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ്. നെക്സ്റ്റ് പോയിന്റ്, സോയിൽ ഈസ് എക്സസീവ്ലി പെർമിയബിൾ ഓർ ഇംപെർമിയബിൾ. അതായത് സോയിലിന്റെ കണ്ടീഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ സോയിൽ പെർമിയബിൾ ആയിരിക്കാം ഓർ ഇംപെർമിയബിൾ ആയിരിക്കാം. സോ ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. ദ ലാസ്റ്റ് പോയിന്റ്, ഡെപ്ത് ഓഫ് സോയിൽ ഈസ് ഷാലോ ഓവർ ഗ്രേവൽ ഓർ സാൻഡ്. ഈ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പെർമനന്റ് സിസ്റ്റം, സെമി പെർമനന്റ് സിസ്റ്റം, ലാസ്റ്റ് പോർട്ടബിൾ സിസ്റ്റം. ഈ പെർമനന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? നമുക്ക് പെർമനന്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് ഇറിഗേഷൻ നടത്തുന്നത്. സെമി പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. പോർട്ടബിൾ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. ഇത്രയാണ് സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ. I discuss about drip irrigation. What is a drip irrigation? Drip irrigation is also known as trickle irrigation or micro irrigation or localized irrigation. Is an irrigation method that saves water and fertilizer by allowing water to drip slowly to the roots of plants, either onto the soil surface or directly onto the root zone through a network of valves, pipes, tubing and emitters. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഇറിഗേഷൻ അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ, ലോക്കലൈസ്ഡ് ഇറിഗേഷൻ എന്നൊക്കെ പറയും. ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി റൂട്ട് സോണിലേക്ക് നമ്മൾ വാട്ടറിനെ ഡ്രിപ്പ് വൈസ് ആയിട്ട് കൊടുക്കുക. ഓരോ ഡ്രിപ്പായിട്ട് റൂട്ട് സോണിലേക്ക് വാട്ടറിനെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണിത്. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഓവർ ഇറിഗേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം റിക്വയർഡ് വാട്ടർ മാത്രമേ നമുക്ക് സോയിലിൽ എത്തുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൈപ്പിങ്സ്, ട്യൂബിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് കുറച്ച് എക്സ്പെൻസ് കൂടുതലുള്ള ഒരു ടൈപ്പ് കൂടിയാണ്. കാരണം എല്ലാ ക്രോപ്സിൻ്റെയും റൂട്ട് സോൺസിലേക്ക് നമുക്ക് വാട്ടറിനെ എത്തിക്കണം. അപ്പം അതിനുള്ള പൈപ്പിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ പറയാനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ മെത്തേഡിനെ കുറിച്ചും. അപ്പോൾ എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് മെത്തേഡ്സ്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു പോർഷനും കൂടിയാണ്.